മുഖം കണ്ടാലറിയാം വിറ്റാമിൻ്റെ കുറവുണ്ടെന്ന്. എന്നാൽ ഏത് വിറ്റാമിൻ്റെ കുറവാണെന്നുള്ളത് ഡോക്ടറോട് പോലും ചോദിക്കാതെ വിറ്റാമിൻ ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കുന്നവരെ കാത്തിരിക്കുന്നത് മരണം വരെ സംഭവിക്കാവുന്ന ഗുരുതരമായ രോഗങ്ങൾ. മാത്രമല്ല, തിളക്കവും യുവത്വവുമുള്ള ചർമ്മത്തിന് വേണ്ടി കഴിക്കുന്ന വിറ്റാമിൻ ഇ ഗുളികകളും അപകടം വിളിച്ചു വരുത്തുന്ന ഒന്നെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതായത് ഡോക്ടറുടെ ഉപദേശമൊന്നുമില്ലാതെ വിറ്റമിൻ ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കുന്നത് പലപ്പോഴും ദോഷകരമാണ്. ബി കോംപ്ലക്സ് ഗുളികകൾ ആവശ്യത്തിലേറെ കഴിക്കുകയാണെങ്കിൽ അത് മൂത്രത്തിലൂടെ വിസർജിച്ചു പോവുകയുള്ളൂ. എന്നാൽ മറ്റു ചില ജീവകങ്ങളാകട്ടെ അമിതമായാൽ ശരീരത്തിൽ സംഭരിച്ച് അത് പലതരത്തിലുള്ള പാർശ്വഫലങ്ങൾക്ക് കാരണമായേക്കുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് വിറ്റാമിൻ എ എന്ന് പറയുന്ന ജീവകം അമിതമായാൽ തലവേദന, ഓക്കാനം, ഛർദിൽ തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടാകും. മാത്രമല്ല, മുടി കൊഴിച്ചിൽ, ചർമ്മം വരണ്ടുണങ്ങൽ, ചർമ്മത്തിലെ കട്ടി കൂടുക തുടങ്ങിയ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. പ്രായമേറിയവരിൽ ചെറിയ ചെറിയ പരിക്കിനെ തുടർന്ന് പോലും അസ്ഥികൾക്ക് പൊട്ടലുണ്ടാകാനും ഇടയുണ്ട്. ഇനി മറ്റൊന്ന് വിറ്റാമിൻ സി ആണ്. കൊറോണ മഹാമാരിക്ക് പിന്നാലെ വിറ്റാമിൻ സി ഗുളികകൾ കഴിക്കുന്നത് സർവ്വസാധാരണമായി മാറുന്നു. എന്നാൽ വിറ്റാമിൻ സിയുടെ അളവ് അധികമായാൽ അത് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കും. ഇത് പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കും. വിശപ്പില്ലായ്മ, ഓക്കാനം, ഛർദിൽ, അമിതദാഹം, ക്ഷീണം തുടങ്ങിയ പ്രശ്നങ്ങൾക്കാണ് ഇത് കാരണമാകുന്നത്. അതുമാത്രമല്ല, വൃക്കകളിൽ കല്ലുണ്ടാക്കാനും തുടർന്ന് വൃക്ക സ്തംഭനത്തിന് വരെ സാധ്യതയുണ്ടെന്നാണ് വിവരങ്ങൾ. ഇനി സൗന്ദര്യം കൂട്ടുന്നതിന് ഉപയോഗിക്കുന്ന വിറ്റാമിൻ ഇ ഗുളികകളും ഇതും സ്വയം വാങ്ങി കഴിക്കാറുള്ളത് പതിവാണ്. കൈകാൽ വേദനയ്ക്കും ക്ഷീണം മാറാനുമൊക്കെ വിറ്റാമിൻ ഇ കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. വിറ്റാമിൻ ഇയുടെ അളവ് കൂടുതലായി കഴിഞ്ഞാൽ പേശികളുടെ ബലക്ഷയം, ക്ഷീണം, ഓക്കാനം, ഛർദിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. വിറ്റാമിൻ ഇയുടെ അളവ് ക്രമാതീതമായി ഗുരുതരമായ രക്തസ്രാവത്തിന് വരെ ഇത് കാരണമാവുകയാണ്. ഇനി വിറ്റാമിൻ ബി എന്ന് പറയുന്നതും ഗുരുതരമായ ഒരു രോഗത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. അതായത് വിറ്റാമിൻ ബി കോംപ്ലക്സ് വിഭാഗത്തിൽപ്പെട്ട ജീവകം B6 ആർത്തവ ആരംഭത്തിലുള്ള വിവിധ തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ദീർഘനാൾ ഇത് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇവ ദീർഘനാൾ ഉപയോഗിക്കുന്നതിനെ തുടർന്ന് നാഡീഞരമ്പുകൾക്ക് പ്രവർത്തന തകരാറുണ്ടായേക്കാം. കൈകാൽ മരവിച്ച് നടക്കുമ്പോൾ ബാലൻസ് നഷ്ടപ്പെടുക തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമായേക്കാം. അതായത് വിറ്റാമിൻ ഗുളികകൾ പലതും വിലയേറിയവയാണ്. പ്രായപൂർത്തിയായ മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് പോഷക സമ്പുഷ്ടവും സമീകൃതമായ ഭക്ഷണത്തിൽ നിന്ന് ആവശ്യമായ ഇത്തരം ജീവകങ്ങൾ ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ച് വിറ്റാമിൻ ഗുളികകളൊന്നും തന്നെ ആരും വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇവ ഉപയോഗിക്കുന്നതാണ് വളരെ നല്ലത്. ചർമ്മ സംരക്ഷണത്തിനും മുടി വളരാനും ഒക്കെ വിറ്റാമിൻ ഇ ഗുളികകളുടെ ഉപയോഗം ഇപ്പോൾ വ്യാപകമായി വർദ്ധിക്കുന്നു. ഇത്തരം വിറ്റാമിൻ ഇ ഗുളികകൾ പലതരത്തിലുള്ള ചർമ്മ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുമെന്നതൊക്കെ പ്രചാരമാണ്. എന്നാൽ ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശമില്ലാതെ ചെയ്യുന്ന സ്വയം ചികിത്സ അപകടം വിളിച്ചു വരുത്തിയേക്കുമെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. അതായത് കൊഴുപ്പിനെ ലയിപ്പിക്കാൻ കഴിയുന്ന ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ വിറ്റാമിൻ ഇയിലുണ്ട്. ആൽഫോടെക്ഫോറവൾ എന്ന വിറ്റാമിൻ ഇയെ അറിയപ്പെടുന്നു. ഇത് ചർമ്മത്തിലെ ഫ്രീ റാഡിക്കൽ കേടുപാടുകൾ തടയുന്നതിലും ശരീരകോശങ്ങളെ സംരക്ഷിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നു. ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾക്കപ്പുറം ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് വിറ്റാമിൻ ഇ അത്യന്താപേക്ഷിതമാണ്. വിറ്റാമിൻ ഇ തിളക്കവും യുവത്വവുമുള്ള ചർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. കൂടാതെ ചർമ്മത്തിന്റെ ഘടന, ഇലാസ്തികത, ദൃഢത എന്നിവയെ പിന്തുണയ്ക്കുന്ന പ്രോട്ടീനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. വിറ്റാമിൻ ഇയുടെ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ മുടി കൊഴിച്ചൽ തടയുകയും കേടുപാടുകൾ ഇല്ലാതാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. കൂടാതെ വിറ്റാമിൻ ഇ ഓക്സിഡന്റ് സ്ട്രെസ് കുറയ്ക്കുന്നതിലൂടെ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ ഗുണങ്ങളെല്ലാം കേട്ടുകൊണ്ട് വിറ്റാമിൻ ഇ ഗുളിക വാങ്ങി കഴിക്കരുതെന്നും ഡോക്ടർമാർ പ്രത്യേകം പറയുകയാണ്. കാരണം ഇത്തരം സപ്ലിമെന്ററികളിൽ ഉള്ളത് ഓൾഡ്രാക് ആൽഫ ടെക്കോഫോറബിൾ ആണ്. ശരീരത്തിൽ വിറ്റാമിൻ ഇയുടെ കുറവുണ്ടെങ്കിൽ മാത്രം ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം വിറ്റാമിൻ സപ്ലിമെന്ററികൾ ഉപയോഗിക്കുക. അതല്ലാതെ നിങ്ങൾ വിറ്റാമിൻ ഇ ഗുളികകളുടെ സപ്ലിമെന്ററിയൊക്കെ വാങ്ങി ഡോസ് കൂടിയാൽ തന്നെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും. ഉയർന്ന രക്തസമ്മർദ്ദം, ഓക്കാനം, വയറിളക്കം, വയറുവേദന, ക്ഷീണം, തലകറക്കം, കാഴ്ചമങ്ങൽ, തലവേദന എന്നിവയൊക്കെ സംഭവിക്കാം. പ്രതിദിനം 400 IU കൂടുതൽ അളവിൽ സ്ഥിരമായി വിറ്റാമിൻ ഇ ഗുളികകൾ കഴിക്കുന്നത് അർബുദത്തിന് വരെ കാരണമായേക്കാം. വിറ്റാമിൻ ഇ ഗുളികയ്ക്ക് പുറമെ ചർമ്മത്തിൽ പുരട്ടുമ്പോഴും ഇത് ശ്രദ്ധിക്കുക. നേരിട്ട് പുരട്ടാതെ മോയ്സ്ചറൈസ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് നേർപ്പിച്ചതിന് പിന്നാലെ പുരട്ടുകയില്ലെങ്കിൽ ചർമ്മത്തിൽ അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. അതേസമയം പഴം, പച്ചക്കറി, മുട്ട, മാംസം എന്നിവയിൽ പ്രകൃതിദത്തമായി തന്നെ വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അതിനാൽ തന്നെ നിലവിൽ ഇത്തരമുള്ള സപ്ലിമെന്ററികൾ വാങ്ങി ഉപയോഗിക്കാതെ പ്രകൃതിദത്തമായി കിട്ടുന്നത് ഉപയോഗിച്ച് നമ്മുടെ ആരോഗ്യം കാത്ത് സംരക്ഷിച്ചു പോവുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.